മനസ്സെന്താണ്? ഒരു വസ്തുവല്ല. ഡസ് നോട്ട് മാറ്റർ. മാറ്റർ എന്താണ്? ദ്രവ്യം. ഡോണ്ട് മൈൻഡ്. അതിനെ തള്ളിക്കളയുക. അപ്പൊ ആ രീതിയിൽ വരുമ്പോഴേക്ക് ഇതിന്റെ ഈ വിവിധ വശങ്ങളും ഇതിന്റെ ബന്ധങ്ങളും മനസ്സിലാക്കാൻ, അതായത് വീണ്ടും നമ്മൾ മനസ്സിനെ കൊണ്ടുവരികയാണ്, അറിയുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. നമുക്ക് പല രീതിയിൽ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാമെങ്കിലും ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കും. നാം ഒക്കെ പറയും, ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു എന്ന് നമ്മുടെ നെഞ്ചിലോട്ട് ചൂണ്ടിക്കാണിക്കും. നേരെ മറിച്ച് എന്തെങ്കിൽ എൻ്റെ ബുദ്ധി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വിരല് തലയിലേക്കാണ് വയ്ക്കുന്നത്. എൻ്റെ ബുദ്ധിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു, എൻ്റെ മനസ്സിന് തോന്നുന്നത് എന്നും പറഞ്ഞ് തലയെ കൈ വയ്ക്കാറില്ല, വിരൽ ചൂണ്ടാറുമില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിരൽ നമ്മുടെ ഹൃദയത്തിലോട്ട് ചൂണ്ടുകയാണ്. അപ്പോ മനസ്സിന്റെ ഇരിപ്പിടം ഹൃദയമാണോ? ബുദ്ധിയുടെ ഇരിപ്പിടം തല? ആര് PETയോ MRIയോ ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല. നോക്കാൻ പറ്റുമെന്നും തോന്നുന്നുണ്ട്. കാരണം ആ തരത്തിൽ ആ വിശേഷപ്പെട്ട അവസ്ഥയിൽ എത്തുന്ന ഒരാളിനെ കാണാൻ വയ്യ. അവരാരും വന്ന് എൻ്റെ PET എടുക്കുക അല്ലെങ്കിൽ എൻ്റെ MRI എടുക്കുക എന്ന് പറഞ്ഞ് വരികയും. അതുകൊണ്ട് എനിക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ കഴിയും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ചിലരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ വാസ്തവത്തിൽ അവർക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ളതാണ്. കാരണം പണ്ട് പറയുന്നത് പോലെ കണ്ടവർ വിണ്ടതില്ലേ, വിണ്ടവർ കണ്ടതില്ലേ. ഞാൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ്, യോഗമാണ്, ഞാനിങ്ങനെ കുണ്ടലിനെ ഉയർത്തിയ നോക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ധാരാളം കണ്ടാറ് പറയും, പണക്കാരൻ പിന്നാലെ 10 പ്രാന്തം പിന്നാലെ 10. ഒരു പണക്കാരന്റെ പിന്നാലെ 10-18 പേര് എപ്പോഴും കൂടുതൽ. ആര് PETയോ MRIയോ ഒന്നും എടുത്തു